ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. ഇടവിട്ട് ഇങ്ങനെ കുറേ ഡിലേ ആവുന്നതിൻ്റെ കാരണം എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഞാൻ സോറി പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളത് കാരണം നമ്മൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡിലേ ആവരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സോറി, ആദ്യം തന്നെ സോറി പറഞ്ഞിട്ട് തന്നെ ഞാൻ തുടങ്ങാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് വിശന്ന് വലഞ്ഞ് വന്നിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒരുപാട് ഭക്ഷണം കാണുമ്പോൾ അവന് നല്ല സന്തോഷമാവുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. സിദ്ധുവിനാണെങ്കിൽ വിശപ്പ് കാരണം ഓരോന്ന് എടുത്തു നോക്കിയിട്ട് ഇന്നൊരു കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. എന്നിട്ട് അവൻ ചന്ദ്രികയെ വിളിക്കുകയാണ്. ചന്ദ്രിക ഒന്ന് വേഗം വാ, എനിക്ക് വിശന്നിട്ട് വയറ് കത്തുന്നു. ഞാൻ വരുന്നു സാർ. അയ്യോ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. സിദ്ധാർത്ഥ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വേഗം വാ ചന്ദ്രിക, ഇത്ര നേരമായി കാത്തു നിൽക്കുന്ന, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. ചന്ദ്രികയാണെങ്കിൽ നേരെ വന്നിട്ട് ഒരു ഇല എടുത്തിട്ട് അവളുടെ ഭാഗത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു വിചാരിക്കുന്നുണ്ട്, ഇതെന്താ ഭക്ഷണം കഴിക്കാനുള്ള ഇല അവളുടെ നേരെ മാത്രം വെച്ചിരിക്കുന്നത്. ചന്ദ്രിക നിൽക്കുന്ന ഭാഗത്ത് ഇല വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഊണിന് കൊണ്ടുവച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ചന്ദ്രിക ആ ഒരു ഇലയിലേക്കാണ് വിളമ്പുന്നത്. അപ്പോൾ സിദ്ധു വിചാരിക്കുന്നുണ്ട്, ഇതെന്താ ഞാൻ ഈ സൈഡിൽ ഇരുന്നിട്ട് ചന്ദ്രിക ആ സൈഡിൽ ഇല വെക്കുന്നത്. ചന്ദ്രിക അവസാനം ചോറിട്ട് കറി ഒഴിച്ചപ്പോഴേക്കും സിദ്ധാർത്ഥ് എഴുന്നേൽക്കാണ്. മതി, ഇനി ആ സൈഡിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഭക്ഷണത്തിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥ് എഴുന്നേൽക്കുമ്പോഴേക്കും ചന്ദ്രിക അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുകയാണ്. സിദ്ധു ആണെങ്കിൽ അതിശയിച്ചു പോവാണ്. ചന്ദ്രിക, ഞാൻ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴേക്കും നീ എടുത്ത് ഭക്ഷണം കഴിക്കുകയാണോ? അപ്പോൾ ചന്ദ്രിക കഴിച്ചുകൊണ്ട് പറയാണ്, സാറ് ചെയ്ത കാര്യത്തിന് ഇന്നത്തെ ഒരു ദിവസം മൊത്തം സാറ് പട്ടിണി കിടന്നാൽ മതി, എങ്കിലേ സാറിൻ്റെ തലക്കകത്ത് വെളിവുണ്ടാവുള്ളൂ. സിദ്ധാർത്ഥാണെങ്കിൽ വിശന്ന് വലഞ്ഞു നിൽക്കുകയാണ്. ഒന്നാമത് ഇത്രയും ഐറ്റംസും കൂടെ കാണുന്നത് കൊണ്ട് അവന് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു. ചന്ദ്രിക, നീ കഴിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വായിന്ന് കപ്പലൊടിക്കാനുള്ള വെള്ളം വരുന്നുണ്ടായിരുന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു വടയെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക വിളമ്പ് വെച്ചതിൽ നിന്നൊരു വട എടുക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും ചന്ദ്രിക അവൻ്റെ കൈക്ക് പിടിച്ച് തല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വട തിരിച്ച് വീണ്ടും ചന്ദ്രികയുടെ ഇലയിൽ തന്നെ വീണു. പക്ഷേ ചന്ദ്രിക തെല്ലും വകവെക്കുന്നില്ല. അവൾ ഭക്ഷണം വാരി കഴിക്കുകയാണ്. ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രമേ സാറിന് ഇനി ഭക്ഷണം തരികയുള്ളൂ, അല്ലെങ്കിൽ സാറിന് ഇനി മുതൽ അങ്ങോട്ട് പട്ടിണിയായിരിക്കും. ചന്ദ്രിക, ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുമ്പോൾ വയറ് വേദനിക്കില്ലേ? കാരണം സിദ്ധാർത്ഥ് ഒന്നാമത് കൊതിച്ച് നിൽക്കുകയാണല്ലോ. ആ കൂട്ടത്തിൽ ഇതുകൂടെ ആയപ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നുവാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് വയറ് വേദനിക്കില്ല. പക്ഷെ അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും ചന്ദ്രികയ്ക്ക് തലയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഫുഡ്. അവളാകെ ചുമച്ച് വയ്യാതായി. വേഗം തന്നെ സിദ്ധാർത്ഥ് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നുണ്ട്. ചന്ദ്രിക കൈ നീട്ടിയപ്പോഴേക്കും സിദ്ധാർത്ഥ് ആ വെള്ളം കുടിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയ്ക്ക് നേരെ കൊഞ്ഞം കാട്ടുകയാണ്. കാരണം അത്രയും കാത്തു നിന്നപ്പോഴും അവന് ഭക്ഷണം എടുത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ സിദ്ധാർത്ഥിനോട് ഒന്നും പറയാനാവാതെ ചമ്മി നിൽക്കുകയാണ് ചന്ദ്രിക. പക്ഷേ രണ്ടാമത് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ചന്ദ്രികയ്ക്ക് വേഗം തന്നെ അവൻ കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിയിട്ട് അവൾ കുടിക്കുകയാണ്. ചന്ദ്രികയ്ക്ക് ചെറിയൊരു ചിരി വരുന്നുണ്ടായിരുന്നു. വെള്ളം കുടിച്ചതിന് ശേഷം അവൾ പറയുന്നുണ്ട്, ഇനി മേലിൽ നിങ്ങൾ മഹേഷുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ പണിഷ്മെൻ്റ് ആയിരിക്കും ഇനി ഞാൻ തരിക, ശ്രദ്ധിച്ചോ. അപ്പോൾ സിദ്ധാർത്ഥ് ഇങ്ങനെ തൊഴുകയോടെ പറയാണ്, ശരി പ്രിയപ്പെട്ടവളെ, നിങ്ങൾ ഉത്തരവിട്ട് കഴിഞ്ഞല്ലോ, ഇനി മേലിൽ ഞാൻ ഇവിടുത്തെ ഉത്തരവ് ലംഘിക്കുകയേയില്ല. വല്ലാതെ വിശക്കുന്നു, ഇനിയെങ്കിലും ഭക്ഷണം തരാമോ? സിദ്ധാർത്ഥ് താഴ്മയോടെ ചോദിച്ചപ്പോഴേക്കും ചന്ദ്രിക ചിരിച്ചു പോവുകയാണ്. ശരി, ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ പോയിട്ട് ഇല എടുത്തിട്ട് സിദ്ധാർത്ഥിന് ഇലയിലേക്ക് ഭക്ഷണം വിളമ്പുകയാണ്. സിദ്ധു ആണെങ്കിൽ ആക്രാന്തത്തോടെ ഇതിട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രിക ഭക്ഷണം വിളമ്പി തീർന്നത് സിദ്ധാർത്ഥ് ആർത്തിയോടെ വെട്ടി വാരി കഴിക്കുകയാണ്. അവൻ അങ്ങനെ വിശക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ചന്ദ്രിക സിദ്ധാർത്ഥ് കഴിക്കുന്നത് തന്നെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ അവന് മഹേഷിനോട് സംസാരിക്കുന്നത് മാത്രം ചന്ദ്രികയ്ക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു കർമ്മം നടക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് മഹേന്ദ്രനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ഒരു രീതിയിലുള്ളൊരു ചടങ്ങായിരുന്നു അത്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ചിട്ട് കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ആ ഒരു കോലിന് വെച്ചിട്ട് ഇത് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ അടുത്തുനിന്നും അനുഗ്രഹം വാങ്ങിക്കുകയാണ് സിദ്ധാർത്ഥും ചന്ദ്രികയും കൂടി. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ഇനി പ്രധാനപ്പെട്ട രണ്ടാൾക്കാരുടെ കൂടെ അനുഗ്രഹം വാങ്ങിക്കാനുണ്ട്. ഇനി ആരെ 2 പേര്? എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചു കഴിഞ്ഞല്ലോ എന്ന് സിദ്ധു ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ആരതി പറഞ്ഞത്, മറ്റാര്? ഞങ്ങൾ 2 പേരും തന്നെ. ഞങ്ങൾ 2 പേരും കല്യാണം കഴിഞ്ഞ ആൾക്കാരാണല്ലോ. ഓ ശരിയാണല്ലോ, അത് വിട്ടുപോയി. എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു ചന്ദ്രികയോട് പറയുന്നുണ്ട്, വാ നമുക്ക് ആരതിയുടെ ആകാശിൻ്റെയും കൂടെ അനുഗ്രഹം വാങ്ങിക്കാം. സിദ്ധുവും ചന്ദ്രികയും കൂടി അവരുടെ കാൽക്കൽ അനുഗ്രഹം വാങ്ങിക്കാൻ പോയപ്പോൾ തന്നെ ആകാശ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അങ്ങനെ അനുഗ്രഹം വാങ്ങിച്ചാൽ ഞങ്ങൾ വയസ്സായ ആൾക്കാരായി പോവും, അത് സാരയില്ല എന്ന് പറഞ്ഞിട്ട് ആരതി അവനോട് സപ്പോർട്ട് ചെയ്യാണ്. അവസാനം സിദ്ധു കാൽക്കൽ അനുഗ്രഹം വാങ്ങിക്കുന്ന ഉറപ്പായപ്പോഴേക്കും ആരതി ഓടി രക്ഷപ്പെടുന്നുണ്ടായിരുന്നു.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കല്യാണത്തിന് മുന്നോടിയായിട്ട് ഒരു ചടങ്ങ് തന്നെയായിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അവരെല്ലാവരും ഒരു സന്തോഷ മൂഡിലാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്തേക്ക് ആ ഒരു പൂവൊക്കെ എറിഞ്ഞുകൊണ്ട് എൻജോയ് ചെയ്യാണ്. ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷ് വന്നതൊന്നും ആരും അറിഞ്ഞിട്ട് പോലുമില്ല. മഹേഷ് നോക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള മുഹൂർത്തത്തിൻ്റെ ആ ഒരു കാര്യമാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് മഹേഷിന് മനസ്സിലായപ്പോൾ തന്നെ അവന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. പല്ല് കടിച്ചുകൊണ്ടാണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മാത്രമല്ല എല്ലാവരും ചന്ദ്രിക ഉൾപ്പെടെ സന്തോഷത്തോടെ പാടുകയും ആടുകയൊക്കെ ചെയ്യുന്നത് കാണുന്നതും മഹേഷിന് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും ഇല്ലാത്ത പോലെ മുഖത്ത് നാടകീയമായ ഭാവം വരുത്തിയിട്ടാണ് സിദ്ധാർത്ഥിനെ വന്ന് പിന്നീന്ന് വിളിക്കുന്നത്. സർ. അപ്പോൾ സിദ്ധു തിരിഞ്ഞു നോക്കുകയാണ്. പക്ഷേ മഹേഷിനെ കണ്ട സമയത്ത് സിദ്ധാർത്ഥ് ഒഴികെ ബാക്കി എല്ലാവരുടെയും മുഖത്ത് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മഹേഷിനെ കണ്ടതും സിദ്ധാർത്ഥും ഒന്ന് പരിങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹേഷ് ആണെങ്കിൽ തനിക്ക് യാതൊരു ശത്രുതയോ ദേഷ്യമോ ഒന്നുമില്ല എന്നുള്ള ഭാവത്തിലാണ് സംസാരിക്കുന്നത്. സർ, ഇവിടെ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ സാറിനെ വന്ന് കണ്ട് ആശംസ അറിയിക്കാമെന്ന് കരുതി വന്നതാണ്. ഓ, അതിനു വേണ്ടി വന്നതാണോ? സിദ്ധു അവനോട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ആശംസകൾ സർ. സിദ്ധാർത്ഥിന് കൈകൊടുത്തുകൊണ്ടാണ് മഹേഷ് സംസാരിക്കുന്നത്. പക്ഷേ ചന്ദ്രികയുടെയും അതുപോലെ മഹേന്ദ്രൻ്റെ ഒക്കെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. താങ്ക്സ് മഹേഷ്. സർ, എല്ലാം നല്ല രീതിക്ക് നടക്കും സർ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് സിദ്ധാർത്ഥിനെ ആശംസകളും അതുപോലെ തന്നെ സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. ശരി സർ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് വേറെ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. മലരാണെങ്കിൽ അച്ഛൻ വന്നത് കണ്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മലറിനെയും നോക്കിയിട്ടാണ് മഹേഷ് തിരിച്ച് നടന്നു പോകുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് തിരിഞ്ഞു നിന്നിട്ട് ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രിക കണ്ടോ, മഹേഷ് വന്നിട്ട് നമുക്ക് ആശംസ അറിയിച്ചിട്ടാണ് പോയത്. അപ്പോൾ സിദ്ധുവിന് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നുള്ള ഒരു വട്ടിലാണ് മഹേന്ദ്രൻ നിൽക്കുന്നത്. ലക്ഷ്മിക്കും അതുപോലെ തന്നെ. കാരണം സിദ്ധുവിനോട് എത്രയോ തവണ പറഞ്ഞു മഹേഷുമായിട്ട് സംസാരിക്കരുത്, ചന്ദ്രികയ്ക്ക് അത് ഇഷ്ടമല്ല എന്നുള്ളത്. പക്ഷെ എത്ര തന്നെ പറഞ്ഞിട്ടും സിദ്ധാർത്ഥാണെങ്കിൽ മഹേഷിനെ വിശ്വസിക്കുകയാണ്. ചന്ദ്രിക വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വന്നിട്ട് ആശംസ അറിയിച്ചു എന്ന് കരുതിയിട്ട് മഹേഷിനെ വിശ്വസിക്കല്ല സർ. അവൻ ഒരു നാളും മാറില്ല, അവനെ കൊണ്ട് മാറാനും സാധിക്കില്ല. ചന്ദ്രയ്ക്ക് അത്രയേറെ വെറുപ്പുണ്ടായിരുന്നു മഹേഷിനോട്. മഹേഷും അതുപോലെ തന്നെ തിരിച്ച് ഓട്ടോയിൽ കയറാൻ പോവുകയാണെങ്കിൽ തിരിഞ്ഞു നിന്ന് നോക്കുവാണ്. കാരണം തീർച്ചയായിട്ടും തൻ്റെ പേര് പറഞ്ഞ് അവിടെ ഒരു അടി ഉണ്ടാവും എന്നുള്ളത് മഹേഷിന് അറിയായിരുന്നു. അപ്പോൾ മഹേന്ദ്രനും സിദ്ധുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സിദ്ധു, ചന്ദ്രിക പറഞ്ഞത് ശരിയാണ്. നീ കരുതുന്നത് പോലെ മഹേഷിന് ഒരിക്കലും മാറാൻ സാധിക്കില്ല. കാരണം അവൻ ചന്ദ്രികയോട് ചെയ്ത തെറ്റുകൾ അത്ര ചെറുതല്ല, വളരെ വലിയ തെറ്റുകളാണ്. എത്രയായാലും നീ മഹേഷുമായിട്ടുള്ള ഈ സമ്പർക്കം ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരി മാമ. സിദ്ധാർത്ഥ് മഹേന്ദ്രനോട് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിയും പറയുന്നുണ്ട്, നീ മഹേഷിനോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒന്നും ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ മഹേഷുമായിട്ട് സംസാരിക്കുന്നത് നിർത്താൻ നോക്ക്. മഹേഷ് ആണെങ്കിൽ ഓട്ടോയിൽ കയറുന്നതിന് മുന്നേ അവർ വെച്ചിട്ടുള്ള ആ ഒരു തൂണ് നോക്കി നിൽക്കുകയാണ്. കല്യാണത്തിൻ്റെ ഒരുക്കം അറിയിച്ചുകൊണ്ടുള്ള ആ ഒരു ഇതായിരുന്നു അത്. അപ്പോൾ മഹേഷ് അത് നോക്കിക്കൊണ്ട് പറയുകയാണ്, ചന്ദ്രിക, സിദ്ധാർത്ഥുമായിട്ടുള്ള കല്യാണം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ? അത് നടക്കുന്നു നീ പ്രതീക്ഷിക്കേ വേണ്ട. ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. അതിനു മുമ്പ് സിദ്ധാർത്ഥിൻ്റെ കഥ ഞാൻ അവസാനിപ്പിക്കും. മഹേഷ് അവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ട് പോവുകയാണ്. സിദ്ധാർത്ഥ് ഒഴികെ ബാക്കി ആർക്കും തന്നെ മഹേഷിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. സിദ്ധുവിനാണെങ്കിൽ മഹേഷിന് വല്ലാത്ത വിശ്വാസമുണ്ട്. കാരണം അവരാരും മഹേഷ് മാറിയത് വിശ്വസിക്കുന്നില്ല എന്നാണ് അവൻ കരുതുന്നത്. എല്ലാവരും മൂഡ് ഔട്ടായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ആരതി പറയുന്നുണ്ട്, മതി മതി, എല്ലാവരും ആകെ മൂഡ് ഔട്ടായിട്ടല്ലേ നിൽക്കുന്നത്, വാ നമ്മുടെ ജോളി മൂഡ് ആരും കളയണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രിക ക്ഷേത്രത്തിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഒരു കുഴപ്പവും ഒരു തടസ്സങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ കല്യാണം നടക്കണേ. പൂജാരി കൊടുത്ത പ്രസാദവും വാങ്ങിയിട്ട് ചന്ദ്രിക തിരിഞ്ഞതും കാണുന്നത് മഹേഷിനെയാണ്. തന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് മഹേഷ്. പക്ഷെ അവനെ കണ്ടതും ചന്ദ്രികയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ചന്ദ്രിക അവനെ ഗൗനിക്കാതെ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ കൈ തടഞ്ഞു വെച്ചുകൊണ്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക ഒരു നിമിഷം, മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് മാറാൻ നോക്ക്. ചന്ദ്രിക, ഞാൻ പഴയ മഹേഷായിട്ടല്ല ഇപ്പോൾ നിൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത്, ഞാൻ ഒരുപാട് മാറി. പക്ഷേ ചന്ദ്രികയ്ക്ക് അപ്പോഴും ഒരു താല്പര്യമില്ല. അവൾ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ മുഹൂർത്തത്തിനുള്ള ആ ഒരു ഇത് വെച്ചത് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ട്, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് ആലോചിച്ചിട്ട്. പക്ഷേ ഒരു ഭാഗത്ത് സന്തോഷിക്കുമ്പോഴും എനിക്കറിയില്ല, എന്തോ അത് കാണുന്തോറും എൻ്റെ മനസ്സിന് വല്ലാത്ത വേദന തോന്നുന്നു. മഹേഷിൻ്റെ മനസ്സിലിരിപ്പ് ഇത് തന്നെയാണെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലാവുകയാണ്. അവളിങ്ങനെ അവനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ മഹേഷ് പാവത്തിനെ പോലെ പറയാണ്, നിന്നെപ്പോലെ നല്ലവളായ ഒരു പെണ്ണിനെ നഷ്ടപ്പെടുത്താൻ ആർക്കാ മനസ്സ് വരിക? സത്യം പറഞ്ഞാൽ നിന്നെ മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിന്നെയും മലറിനെയും ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. സത്യമായിട്ടും അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത വെറുപ്പ് തോന്നുകയാണ്.
നീ എന്ത് ശിക്ഷ അതിനൊക്കെ തരികയാണെങ്കിലും സത്യത്തിൽ ഞാൻ അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണ് ചന്ദ്രിക. മഹേഷിൻ്റെ മനസ്സിലിരിപ്പ് മുഴുവൻ കേൾക്കാൻ വേണ്ടി ചന്ദ്രിക കാത്തു നിൽക്കുകയായിരുന്നു. അതിനുശേഷം അവനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലയെന്ന് കോടതി മുഖാന്തരം പറഞ്ഞു കഴിഞ്ഞു. ഇതിനുശേഷം നിങ്ങളെ ശിക്ഷിക്കാൻ ഞാനാരാ? അല്ല ചന്ദ്രിക, സത്യമായിട്ടും ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് തിരുത്തണമെന്നും നിനക്ക് നല്ലൊരു ജീവിതം തരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ തെറ്റുകളൊക്കെ മായ്ച്ച് പഴയതിനേക്കാളും നന്നായിട്ട് നിൻ്റെയും മലറിൻ്റെയും കൂടെ ജീവിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. മഹേഷിൻ്റെ മനസ്സിലിരിപ്പ് കേട്ടതും ചന്ദ്രിക ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് സാറ് വളരെയധികം നല്ലവനായ ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ എന്നെക്കൊണ്ട് നിന്നെ സിദ്ധാർത്ഥ് സാറിന് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. നിന്നെയും മലറിനെയും എനിക്ക് വീണ്ടും എൻ്റെ ജീവിതത്തിൽ വേണം ചന്ദ്രിക. എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ നീ അകന്നു പോയപ്പോഴാണ് നീയും മകളും ഇല്ലാത്തതിൻ്റെ വേദന ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത്. നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ശരിക്കൊരു ജീവിതം പോലും ഇല്ല ചന്ദ്രിക. എൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് എന്നെ സ്വീകരിക്കുക ചന്ദ്രിക. ഞാൻ നിന്നെ നന്നായിട്ട് നോക്കിക്കോളാം. ഇങ്ങോട്ട് നോക്ക് മഹേഷ്, ഇതുപോലെ ഇനി എന്നോട് വന്നിട്ട് നീ സംസാരിക്കാൻ പാടില്ല. ഇതായിരുന്നല്ലേ അപ്പം നിൻ്റെ മനസ്സിലിരിപ്പ്? ഇനി ഈ ഒരു ആഗ്രഹത്തോടു കൂടി എൻ്റെ കൺമുന്നിൽ പോലും വരാൻ പാടില്ല. മര്യാദയ്ക്ക് പൊയ്ക്കോണം എന്നും പറഞ്ഞിട്ട് ചന്ദ്രിക ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മഹേഷ് അവളുടെ കൈ പിന്നെയൊന്നും പിടിച്ചു വലിക്കുകയാണ്. ചന്ദ്രിക പോവല്ലേ ചന്ദ്രിക, നിൽക്ക് ചന്ദ്രിക, ഞാൻ എനിക്ക് തോന്നിയ പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നീ ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ പോവാനാണോ നോക്കുന്നത്? എൻ്റെ കൈ വിട്. ചന്ദ്രികയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് അവൾ കൈ വിടാൻ ശ്രമിക്കുകയാണ്. പ്ലീസ് എനിക്ക് മാപ്പ് തന്നിട്ട് എന്നെ നിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും സ്വീകരിക്ക് പ്ലീസ് എന്നിങ്ങനെ മഹേഷ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കൈ വിടാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക കൈ വിടുന്നതിനനുസരിച്ച് തന്നെ മഹേഷിൻ്റെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രിക തല്ലിയപ്പോൾ മഹേഷിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ നിയന്ത്രിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് വീണ്ടും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ചന്ദ്രിക നീ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ, എനിക്കൊരു കുഴപ്പമില്ല, നിൻ്റെ ദേഷ്യം തീരുന്നത് വരെ തല്ലിക്കോ, പക്ഷെ എന്നെ വിട്ട് പോവരുത്. സിദ്ധാർത്ഥ് സാറിന് നിന്നെ വിട്ടുകൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. മഹേഷ് അത്രത്തോളം ഇതെല്ലാം സംസാരിക്കുന്നത് കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാതെ ഭയം തോന്നുന്നുണ്ട്. വീണ്ടും മഹേഷ് ചന്ദ്രികയുടെ കൈ പിടിച്ചു വലിച്ചിട്ട് പറയാണ്, വാ ഇപ്പം തന്നെ പോയിട്ട് നമുക്ക് ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് താലി കെട്ടാം. ഏയ് വിട്. ചന്ദ്രിക ഇങ്ങനെ കൈവിടാൻ ശ്രമിക്കുകയാണ്. ചന്ദ്രികയാണെങ്കിൽ മഹേഷിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചന്ദ്രിക പ്ലീസ് ചന്ദ്രിക, ഈ താലി ഞാൻ നിൻ്റെ കഴുത്ത് കെട്ടിക്കോട്ടെ ചന്ദ്രിക എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ അവളുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. വിട് എൻ്റെ കൈ വിട് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രിക വേഗം തന്നെ മഹേഷിൻ്റെ കൈ പിടിക്കുകയും അതേസമയം തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന താലി പിടിച്ച് വലിച്ചെറിയുകയും ചെയ്തു. അതിനുശേഷം അവൻ്റെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ആ നിമിഷമാണ് ചന്ദ്രിക സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത്. ചന്ദ്രിക കണ്ടൊരു ദുസ്വപ്നം മാത്രമായിരുന്നു അത്. പക്ഷേ ആ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റതും ചന്ദ്രിക വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആകെ വെട്ടി വീർത്തിരിക്കുകയാണ്. അവളാണെങ്കിൽ ചുറ്റിലും നോക്കിക്കൊണ്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ചിന്തിക്കുകയാണ്, ദൈവമേ എന്താ ഇപ്പം ഇങ്ങനെയൊരു സ്വപ്നം വരാൻ കാരണം? വീണ്ടും എൻ്റെ ജീവിതത്തിൽ മഹേഷിന് വരാനുള്ള അവസരം ഉണ്ടാക്കല്ലേ. ഇനിയും മഹേഷിനൊപ്പമുള്ളൊരു ജീവിതം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. മഹേഷ് മാറി നല്ലവനായി എന്നാണ് സിദ്ധു സാർ വിശ്വസിക്കുന്നത്. പക്ഷേ മഹേഷിന് ഒരിക്കലും മാറാൻ സാധിക്കില്ലെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ചന്ദ്രിക വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയാണ്. പക്ഷെ അവൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. നേരം പുലർന്നപ്പോൾ ചന്ദ്രിക അടുക്കളയിലാണുള്ളത്. അവൾ എല്ലാവർക്കും കോഫി ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ ആ സമയത്തൊക്കെ അവളുടെ മനസ്സിൽ തലേന്ന് കണ്ട ആ ഒരു സ്വപ്നം തന്നെയാണുള്ളത്. മഹേഷ് വരുന്നതും വീണ്ടും സിദ്ധാർത്ഥ് സാറിന് തന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ലെന്നും അവൻ്റെ ജീവിതത്തിലേക്ക് തന്നെ താൻ തിരിച്ചു പോകണമെന്നൊക്കെ പറയുന്നതും അതുപോലെ തന്നെ മഹേഷ് കൊണ്ടുവന്ന താലി തൻ്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടി അയാൾ നിർബന്ധിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാണ് ചന്ദ്രികയുടെ മനസ്സിലുടനീളം ഉള്ളത്. അതുകൊണ്ട് തന്നെ മുന്നിൽ നിന്ന് പാല് തിളച്ചതൊന്നും ചന്ദ്രിക അറിഞ്ഞിട്ട് പോലുമില്ല. ആ പാല് തിളച്ച് തൂവിയപ്പോഴാണ് ചന്ദ്രിക സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത്. വേഗം തന്നെ ഞെട്ടലോടെ ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ട് സിദ്ധാർത്ഥിനുള്ള കോഫി ഇടുകയാണ്. അതുമായിട്ട് പുറത്ത് വന്ന സമയത്ത് അവൻ പത്രം വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. സിദ്ധുവിന് കോഫി കൊണ്ടു കൊടുത്തിട്ട് ഇന്ന സർ എന്ന് പറയുന്ന സമയത്ത് സിദ്ധു പറയുകയാണ്, താൻ എന്തിനാ ഇപ്പോഴും എന്നെ സർ എന്ന് വിളിക്കുന്നത്? നമ്മൾ തമ്മിലുള്ള കല്യാണ നിശ്ചയം കഴിഞ്ഞില്ലേ? അത് കുറേ നാളായിട്ട് അങ്ങനെ വിളിച്ച് അത് ശീലമായിപ്പോയി. പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റുന്നില്ല സർ. മാത്രമല്ല ഞാനെങ്ങനെയാണ് സിദ്ധു എന്ന് പേരെടുത്ത് വിളിക്കുക? ശരി, അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഏട്ടാന്ന് വിളിച്ചോളൂ. ഇനി അതും അല്ലെങ്കിൽ സാധാരണയായിട്ട് മുറച്ചെറുക്കനെയൊക്കെ വിളിക്കുന്നത് പോലെ മച്ചാന്നോ അങ്ങനെയൊക്കെ വിളിക്കാമല്ലോ. കാരണം ആ ഒരു നാട്ടിലൊരു രീതി പ്രകാരം അങ്ങനെയാണല്ലോ. അമ്മാവൻ്റെ മകളെയാണ് കല്യാണം കഴിക്കുക, മുറച്ചെറുക്കനാണല്ലോ. അപ്പോൾ സിദ്ധു അങ്ങനെ പറഞ്ഞപ്പോൾ ചന്ദ്രിക നാണത്തോടെ നിൽക്കുകയാണ്. ഒന്ന് പോ സർ, ഇനി എന്നെ സാർ എന്ന് വിളിക്കരുത്, അത് മതി, എനിക്ക് അത്രയേ വേണ്ടൂ. സിദ്ധു പറഞ്ഞപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ശരി സർ. കണ്ട വീണ്ടും നീ എന്നെ സാർ എന്നാണ് വിളിച്ചത്. അയ്യോ, എനിക്ക് പെട്ടെന്ന് സാർ എന്നുള്ള വിളി മാറ്റാൻ പറ്റില്ല സർ. അത് വിട്ടേക്ക് സർ. ശരി ചന്ദ്രിക, നിനക്ക് എങ്ങനെയാണോ വിളിക്കാൻ തോന്നുന്നത് അതുപോലെ വിളിക്ക്. ഓക്കെ ആണോ? ശരി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് സിദ്ധു കോഫി എടുത്ത് കുടിക്കുന്നത്. ഇതെന്താ കോഫിയിൽ മധുരം ഇടാതെ കൊണ്ടുവന്നിരിക്കുന്നത്? ചന്ദ്രിക, എന്താ സർ?
അല്ല ഇതെന്താ കോഫിയിൽ മധുരം ഇടാതെ കൊണ്ടു തന്നിരിക്കുന്നത്? അയ്യയ്യോ ഞാൻ മറന്നുപോയി, ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക വേഗം അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് അതിൽ മധുരം ഇട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവനോട് സോറി പറയുമ്പോൾ സിദ്ധു പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നത് കാരണമാണ് ഇത് മറന്നു പോയിട്ടുണ്ടാവുക. ചന്ദ്രിക അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അതവളുടെ മുഖത്ത് അതിനേക്കാളേറെ സങ്കടമുള്ളതുപോലെ സിദ്ധുവിന് ഫീൽ ചെയ്യാണ്. ഏയ് നിൻ്റെ മനസ്സിനെ അലട്ടുന്ന വേറെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്താ ഇത്? ഏയ് ഒന്നുമില്ല സർ. ചന്ദ്രിക അത് സിദ്ധുവിനോട് പറയാൻ കൂട്ടാക്കുന്നില്ല. സിദ്ധാർത്ഥ് വീണ്ടും പറയുന്നുണ്ട്, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറയും, എന്നാലല്ലേ എനിക്കതിന് പരിഹാരം തേടി തരാൻ പറ്റുള്ളൂ. അപ്പോൾ ചന്ദ്രിക ചിന്തിക്കുകയാണ്, എൻ്റെ സ്വപ്നത്തിൽ കണ്ട കാര്യം സിദ്ധാർത്ഥ് സാറിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവോ? മഹേഷ് എന്നോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറിയത് എന്ന് പറഞ്ഞാൽ സിദ്ധു സാർ അതിനെ വലിയ കാര്യമായിട്ട് എടുക്കില്ല. ചന്ദ്രിക പറയാൻ മടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു വീണ്ടും പറയുന്നുണ്ട്, ചന്ദ്രിക ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നില്ലേ, എന്താ നിൻ്റെ പ്രശ്നം അത് പറ. ഏയ് ഒന്നുമില്ല സർ, സാർ കോഫി കുടിച്ചോളൂ. ചന്ദ്രിക എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയും, എനിക്കറിഞ്ഞാലല്ലേ ഞാൻ നിൻ്റെ കൂടെ നിൽക്കുള്ളൂ. അവസാനം ചന്ദ്രിക സിദ്ധുവിനോട് പറയുകയാണ്, സർ നിങ്ങൾ മഹേഷിൻ്റെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, അത് അവസാനിച്ചാൽ മാത്രമേ എനിക്ക് ഈ ഒരു സമാധാനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സിദ്ധുവിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ചന്ദ്രിക അവിടെ നിന്നും പോവുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.